ഹലോ ഗൈസ്, നമുക്ക് ഹെൽത്തി ആയിട്ട് നല്ലൊരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി കണ്ടു തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ വേണ്ടതാണ് നമുക്കൊരു 200 ഗ്രാം ചിക്കൻ ബോൺ ഉള്ളത് കൊടുക്കാം, ബോൺലെസ് ആയിട്ട് കൊടുക്കാം. പിന്നെ മീഡിയം സൈസ് സവോള, പിന്നെ മീഡിയം സൈസ് ക്യാരറ്റ്, പിന്നെ ജിഞ്ചർ ഗാർലിക്കാണെന്ന് 2-3 അല്ലി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം നമുക്കൊരു ഞാനിപ്പോൾ ഏകദേശം ഒരു 5 കപ്പ് വാട്ടറാണ് എടുത്തേക്കുന്നത്. ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒരു 20-25 മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1 ടീസ്പൂണാണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊരു ജസ്റ്റ് ഒരു 20-25 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ചിക്കൻ നമുക്കതിൽ നിന്ന് മാറ്റി വെക്കാം. പിന്നെ അത് അരിച്ച് അതിൻ്റെ സ്റ്റോക്ക് എടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് വേണ്ടിയിട്ടുള്ളതാണ് വെജിറ്റബിൾസ് എടുക്കുക. ഞാൻ അവിടെ ക്യാരറ്റും ബീൻസാണ് എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ അതും കൂടി എടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് മാറ്റിയ ചിക്കൻ, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി എരിഞ്ഞത്. അപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലായിട്ട് എടുത്തിട്ട് വെളിച്ചെണ്ണ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഓയിലോട്ട് വെളുത്തുള്ളി അതുപോലെ ക്യാരറ്റും ബീൻസും ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക. അധികം വേണ്ട കേട്ടോ, ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പച്ചക്കുത്ത് മാറി വരുമ്പോൾ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക. സ്റ്റോക്ക് ഞാൻ അതിൻ്റെ വീഡിയോ ഇല്ല കേട്ടോ, നമുക്ക് ആ മാറ്റി വെച്ച സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ 1 ടേബിൾ സ്പൂൺ സോയ സോസാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ മാറ്റി വെച്ച ചിക്കൻ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഉപ്പും എരിവും നോക്കിയിട്ട് അതിനനുസരിച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും പിന്നെ ഒരു സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സൂപ്പിലോട്ട് വേണ്ട മെയിൻ ഐറ്റംസ് ആണ് നമ്മൾ മുട്ടയും അതുപോലെ തന്നെ കോൺഫ്ലവർ 2 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുള്ളതാണ്. അത് പതിയെ നമുക്കെല്ലാം ഒന്ന് സെറ്റായി വരുമ്പോൾ ഈ മുട്ട ജസ്റ്റ് ഒന്ന് നമുക്ക് പതുക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറും അതിൻ്റെ ആ ഒരു മിക്സും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പ് സെറ്റായി. ഭയങ്കര ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മഴക്കാലമൊക്കെ വരണം, നമ്മൾ വീട്ടിലൊക്കെ ചിക്കൻ ഇരിക്കുകയാണെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ.